ഹായ് ഫ്രണ്ട്സ്, ഐ എം സുബീഷ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലെയർ കട്ടാണ്. ഷാംപൂ വാഷ് ചെയ്ത ഹെയറാണ്. ആദ്യം നമ്മൾ ഇയർ ടു ഇയർ സെക്ഷൻ എടുക്കുക. വൺ സൈഡ് ക്ലിപ്പ് ചെയ്യാണ്. ഇവിടെ നമ്മൾ സെക്ഷനാക്കി ക്ലിപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ ബാക്ക് സൈഡും സെക്ഷനാക്കാൻ പോവാണ്. സെക്ഷനാക്കി ക്ലിപ്പ് ചെയ്തു. ഇനി നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ലെയർ എടുത്ത് ഫ്രണ്ട് സൈഡ് കസ്റ്റമറുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാണ്. ഇനി നമ്മൾ ഒന്നും കൂടി വെറുതെ കട്ട് ചെയ്യാണ്. ഇനി നമ്മൾ അടുത്ത ലെയർ എടുത്ത് ഫ്രണ്ട് സൈഡിൽ ആദ്യം കട്ട് ചെയ്ത ഗൈഡ് ലൈൻ ഉണ്ട്, അതിനൊപ്പത്തിന് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഒന്നും കൂടിയും ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യണം. വീണ്ടും ഒന്നും കൂടി ഉയർത്തി കട്ട് ചെയ്യുക. ഗൈഡ് ലൈൻ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ അടുത്ത ലെയർ എടുക്കുകയാണ്. മുന്നത്തെ ഗൈഡ് ലൈൻ എടുത്ത് അതിനൊപ്പത്തിന് വേണം വെട്ടാനായിട്ട്. ചെറുതായി ഒന്ന് ഉയർത്തി കട്ട് ചെയ്യുക. ഒന്നും കൂടിയും ഉയർത്തി കട്ട് ചെയ്യുക. വീണ്ടും ഒന്നും കൂടി ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യുക.
നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഫ്രണ്ട് ലെയർ ഗൈഡ് ലൈനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്യാം. ഇനൊന്ന് ഉയർത്തി പിടിച്ച് വീണ്ടും കട്ട് ചെയ്യാം. ഒന്നും കൂടി ഉയർത്തി കട്ട് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ലെയർ എടുത്ത് ഗൈഡ് ലൈൻ നോക്കി കട്ട് ചെയ്യാം. ഇനി അല്പം ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യാം. വീണ്ടും ഒന്നും കൂടിയും ഉയർത്തി കട്ട് ചെയ്യാം. ഇനി അടുത്ത ലെയർ എടുത്തിട്ട് വീണ്ടും ഗൈഡ് ലൈൻ നോക്കി കട്ട് ചെയ്യാം. ഇനി രണ്ട് സൈഡും ലെങ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. നമ്മൾ ഇയർ സെക്ഷനാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ബാക്ക് സൈഡ് കട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ് നമ്മൾ. ലെയർ എടുത്ത് ഗൈഡ് ലൈൻ നോക്കി കട്ട് ചെയ്യാം. നമ്മൾ ഇയർ സെക്ഷൻ കട്ട് ചെയ്ത പോലെ ഒരു അല്പം ഉയർത്തി കട്ട് ചെയ്യുക. വീണ്ടും കുറച്ചും കൂടി ഉയർത്തി കട്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ലെയർ എടുത്ത് വീണ്ടും ഗൈഡ് ലൈൻ നോക്കി കട്ട് ചെയ്യുക. ഇനി അല്പം കൂടിയും ഉയർത്തി കട്ട് ചെയ്യാം. വീണ്ടും ഒന്നും കൂടി ഉയർത്തി കട്ട് ചെയ്യാം. നന്നായിട്ട് ഉയർത്തി കട്ട് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ലെയർ എടുക്കുക.
വീണ്ടും മുൻവെട്ട് ഗൈഡ് ലൈൻ നോക്കിയിട്ട് കട്ട് ചെയ്യുക. ഇനി ഒരല്പം പൂർത്തി പിടിച്ച് കട്ട് ചെയ്യാം. ഒന്നും കൂടിയും ഉയർത്തിയിട്ട് കട്ട് ചെയ്യണം. ഇനി നമുക്ക് നന്നായി ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ലെയർ എടുക്കുക, ഗൈഡ് ലൈൻ നോക്കുക, കട്ട് ചെയ്യുക. ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യുക. വീണ്ടും ഒന്നും കൂടിയും ഉയർത്തി പിടിച്ചിട്ട് കട്ട് ചെയ്യുക. ഇത് നന്നായിട്ട് ഉയർത്തി പിടിച്ചിട്ട് കട്ട് ചെയ്യണം. എന്നാൽ നമുക്ക് ലെയറൊക്കെ കറക്റ്റായിട്ട് വരില്ല. ഇനി നമുക്ക് അടുത്ത സെക്ഷനത്തെ ലെയർ എടുക്കുക, ഗൈഡ് ലൈൻ നോക്കുക, ഒപ്പം വെച്ച് കട്ട് ചെയ്യുക. ഒരല്പം ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യുക. ഒന്നും കൂടിയും ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യുക. ഗൈഡ് ലൈൻ നോക്കിയിട്ട് ഒന്നും കൂടി കട്ട് ചെയ്യുക. ഗൈഡ് ലൈനൊക്കെ നോക്കണം. ഇത് നന്നായിട്ട് ഉയർത്തി പിടിച്ചിട്ട് കട്ട് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത ലെയർ എടുക്കുകയാണ്. അടുത്ത ലെയർ ഗൈഡ് ലൈൻ നോക്കിയിട്ട് ഒപ്പം വെച്ച് കട്ട് ചെയ്യുക. ഒരല്പം ഉയർത്തി കട്ട് ചെയ്യുക. അടുത്തത് വീണ്ടും ഒന്നുകൂടിയും ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യുക. ഒന്നുകൂടി ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഉയർത്തി പിടിക്കുക, കട്ട് ചെയ്യുക. ഇനി നല്ലപോലെ ഉയർത്തി പിടിക്കുക, എന്നിട്ട് വീണ്ടും കട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ലെയർ എടുക്കാം. അതും മുൻവെട്ട് ഗൈഡ് ലൈൻ നോക്കിയിട്ട് അതിനൊപ്പതിന് വെച്ച് കട്ട് ചെയ്യുക. സ്വല്പം ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യുക. വീണ്ടും ഒന്നും കൂടി ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യണം. ഗൈഡ് ലൈൻ നോക്കിയിട്ട് ഇനി നമ്മൾ അടുത്ത ലെയർ എടുത്തു. അത് നന്നായി ചീക്കിയിട്ട് മുന്നോട്ട് ഗൈഡ് ലൈൻ്റെ ഒപ്പത്തിന് വെച്ച് കട്ട് ചെയ്യുക. ഒരല്പം ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യണം. ഒന്നും കൂടി
പൂർത്തി പിടിച്ച് കെട്ടിയാണ്. ഇത് നമ്മൾ നന്നായിട്ട് പൂർത്തി പിടിച്ച് കെട്ടിയാണ്. ഇനി രണ്ട് സൈഡും കറക്റ്റാണ് നോക്കുക. ഇതാണ് നമ്മുടെ ലെയർ കട്ടിൻ്റെ ഫൈനൽ റിസൾട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.